ഞാൻ ഇന്നലെ ചർച്ചകൾ കേട്ടിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഈ രംഗത്തൊന്നും, നാടകരംഗത്തായാലും ഞാൻ കുറച്ച് സിനിമകളും ഷോർട്ട് ഫിലിമുകളും ചെയ്തു. എനിക്ക് അനുഭവങ്ങളില്ല. അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്തും പറയാറുള്ളൂ, ഏതൊരു കാര്യം. നാട്ടിലൊക്കെ നമ്മൾ ചിലപ്പോൾ സ്ത്രീകളെക്കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ പറയും, ഞാൻ അങ്ങനെ പറയാൻ ഞാനത് വിശ്വസിക്കില്ല, ഞാൻ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം എനിക്ക് അതിലൊന്നും അഭിപ്രായം പറയാതെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് എന്തും പറയാൻ പറ്റൂ. മറ്റുള്ളവരെന്ത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എൻ്റെ നാടക മേഖലയിലും ഇതുവരെ ഞാൻ ചെയ്ത സിനിമാ മേഖലയിലും എനിക്ക് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല എൻ്റെ സംഘത്തിനും. അത്രേ എനിക്ക് പറയാൻ അറിയൂ. ഇന്നലത്തെ അല്ലേ? ഇന്നലത്തെ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റം വരണം. അത് ശബ്ദം ഉയർത്തിയവരോട് എന്തായാലും ഞാൻ അഭിനന്ദനം പറയുകയാണ് അവരോട്. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരണം. അതിനെതിരായിട്ട് എല്ലാവരും ശബ്ദം ഉയർത്തണം, അതിനൊരു പരിഹാരം കണ്ടെത്തണം. സ്ത്രീകൾക്ക് അത്രയും സുരക്ഷിതമായിട്ട് അവരുടെ കലാമേഖലയിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കണം. അതെ 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 അതെ. ഞാൻ ഈ ചെറിയ കാര്യങ്ങളുടെ ആളാണ്. വലിയ കാര്യങ്ങളിലൊന്നും എനിക്ക് അതിനെ കുറിച്ചൊന്നും ബോധേടാവാൻ വയ്യ. പലരും പലതും വ്യാപകമായി ബോധിപ്പിക്കും. പക്ഷേ എനിക്ക് ബോധ്യമുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ അഭിപ്രായം പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അധ്യാപികയുടെ പദ്ധതിയും അതോടൊപ്പം തന്നെ പക്ഷേ ഈ ഒരു കാലത്തെ ഒരു പരിചയത്തിലേക്കൊരു അടിസ്ഥാനത്തിലായിരിക്കും. അത് വളരെ നല്ല കാര്യം. എങ്കിൽ പോലും ആ അനുഭവങ്ങൾ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ ആ കടിയൊപ്പം സർക്കാർ തയ്യാറാവണം എന്നുള്ള നിലപാടിൽ തന്നെ അത് തീർച്ചയായിട്ടും വേണം. അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ എന്തായാലും അതിന് പരിഹാരം കണ്ടെത്തുന്നെ വേണം. അത് സർക്കാരിനെയാണ് ചെയ്യേണ്ടത്. പ്രതീക്ഷിക്കാം നമുക്ക്. ഇതിപ്പോൾ ഇത്തവണ കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് പങ്കുവയ്ക്കലാണ്. അതായത് ഉർവശിയുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു അവാർഡാണ്. ഉർവശി നമുക്കറിയാം 6 അവാർഡ് സംസ്ഥാന അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഉരകല്ല് എന്ന് പറയുന്നത് ഉർവശിയാണ്. അപ്പോൾ അതിലൊരു പ്രത്യേക അഭിമാനം തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഒറ്റയ്ക്കാണ് ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല. കാരണം മാത്രമല്ല, കേരളം മൊത്തം ഇത് സമ്മതിക്കില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ മേഖലയിലേ ഇല്ല. എന്നെ ആരാണ് ഈ ബീനാർ ചന്ദ്രനെ തേടി നടക്കിയിരുന്ന ആളുകൾ. ഇത് പുറത്തു വരാത്തൊരു സിനിമയ്ക്ക് കേന്ദ്ര കഥാപാത്രത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പല പരാമർശങ്ങളും ഞാൻ ശ്രദ്ധിക്കേണ്ടായി. അപ്പം അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഉർവശി ചേച്ചിയുടെ ഒപ്പമാണ് എനിക്ക് കിട്ടിയത്. അത് വല്ലാത്തൊരു അഭിമാനവും സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയാൽ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല. അല്ല, ഞാൻ ഒന്നാമത് ഇത് വീഡിയോ ഒക്കെ എടുക്കണ്ടാവുമോ? ഞാൻ ഒരു ഫ്രണ്ട്ലി ടോക്കാണ്. അല്ല, എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എന്താണ് സംഭവം എന്നും പോലും ഞാൻ ഒന്നാമത് അത് ചിന്തിക്കാനുള്ള സമയമില്ല. ഇവരൊക്കെ വിളിച്ചു, പത്രക്കാരാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ലോകം ചെറുതാണ്, ഞാനും എൻ്റെ കുട്ടികളും. അങ്ങനെ ഒരു ചെറിയൊരു രീതിയിലാണ്. ഇത്ര വലിയ കാര്യങ്ങളൊന്നും എനിക്ക്